ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച തക്കാളിക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ആദ്യം നമുക്ക് വറുക്കാനിടാം. അത് നല്ല രീതിയിൽ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളൂടി ആഡ് ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് സവാള, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒരുപാടല്ല, എന്നാലും ഇത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള, ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാണ് കൊടുക്കുന്നുള്ളൂ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം ജാറിലേക്ക് തേങ്ങ ഇട്ട്, വേറെ ഒന്നും പിന്നെ ആഡ് ചെയ്യേണ്ട, തേങ്ങ ആഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഇവിടെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേ ആവശ്യത്തിന് വഴറ്റിയെടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്ത് നല്ല രീതിയിൽ അത് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പുളിവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് താളിപ്പൊഴിക്കാം. താളിപ്പിനായിട്ട് നമ്മൾ ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി, ചുവന്ന മുളക്, കറിവേപ്പില, കടുക്, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാതെ യൂസ് ചെയ്യുന്നതുണ്ട്, എന്നാലും താളിക്കും കൂടി ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് അതിൻ്റെ കറക്റ്റ് രുചി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്